ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, നേരത്തെ അധ്യാപന മേഖല, വയലു പറയുക, പ്രസംഗിക്കാം, മതപ്രബോധനം, പള്ളികളിലൊക്കെ നിൽക്കുക, ക്ലാസ്, ഇങ്ങനത്തെ ഒക്കെ പരിപാടിയാണെങ്കിലും ബിസിനസ്സിനോട് വലിയ താല്പര്യമുള്ളത് കൊണ്ട് ബിസിനസ്സിലേക്ക് അതിന് പറയുമ്പോഴേ പെട്ടെന്ന് ശ്രദ്ധ കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ മമ്മൂട്ടി സാർ പറയുന്നത് പോലെ അതിനോടൊരു പ്രത്യേക ഒരു കമ്പായിരുന്നു. അത് ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് അങ്ങനെ ഒരു ചാൻസ്, അവസരം ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്വഭാവം. ഇതില് വളരെ പ്രധാനപ്പെട്ട് പ്രൊഡക്റ്റിന്റെ ശക്തമായ പിന്തുണ ഉണ്ടെങ്കിലും നോമിനി ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ചെയ്യണം എന്ന് കരുതിയാണ് ഇതിലേക്ക് വന്നത്. ഇപ്പോഴിതിന് ശക്തമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ആലോചിക്കേണ്ടത് ഹെൽത്ത്. നിങ്ങളിപ്പോ നമ്മളെ ആരോഗ്യത്തെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. ആരോഗ്യം അത് വല്ലാത്തൊരു വിഭവമാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും പിന്നെ അനാരോഗ്യം ഉണ്ടാകുന്നതിനെ കുറിച്ചും ഒക്കെ അതിനാവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ, ചികിത്സാ രീതികൾ എന്നു വേണ്ട ലോകത്തെ ആരോഗ്യപരമായ ഒരവസ്ഥയെ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ഒരു ടീമുണ്ട് എന്നാണ്. വേൾഡിലൊരു ആരോഗ്യ സംഘടന, അവരെ പണി ഇത് തന്നെയാണ്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ ഇരുന്ന് അവര് രാജ്യത്തെ, ലോകത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യും. അതിന് നിലനിർത്താൻ ആവശ്യമാകുന്ന പണികളും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർ. അവര് പറയുന്നത് രോഗങ്ങളോ വൈകല്യങ്ങളോ ഇല്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം എന്നുള്ളതാണ്. മറിച്ച് സമ്പൂർണമായ ശാരീരിക, മാനസിക, സാമൂഹിക സുഖാവസ്ഥയാണ് ആരോഗ്യം എന്നാണ്. നമ്മളെന്താ എന്ന് പറയുന്നതിൽ നമ്മുടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി പറയും നമ്മുടെ ആരോഗ്യവും സമൂഹത്തിന്റെ ആരോഗ്യവും രാജ്യത്തിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യത്തെക്കുറിച്ചാണ്. ശാരീരിക, മാനസിക, സാമൂഹിക സുഖാവസ്ഥയാണ് ആരോഗ്യം. അപ്പൊ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, ശാരീരികമുണ്ട്, സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അവൻ ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയില്ല. സാമ്പത്തികവും സാമൂഹികവും ഉണ്ട്, മാനസികമായി പ്രയാസമുള്ളവനാണ് അവൻ ആരോഗ്യവാനാണെന്ന് പറയില്ല. മാനസികവും സാമൂഹികമൊക്കെ കൊണ്ടാണ്. ശാരീരികമായി ഒന്നിനും എഴുന്നേൽക്കാൻ വയ്യാത്ത, ശാരീരികമായി പ്രയാസമുള്ളവനാണെങ്കിൽ അവനും ആരോഗ്യവാനാണെന്ന് പറയില്ല. അപ്പൊ ഇതില് ശാരീരിക ആരോഗ്യം ഉണ്ടാകണം, മാനസിക ആരോഗ്യം ഉണ്ടാകണം, സാമൂഹിക ആരോഗ്യം ഉണ്ടാകണം. ഈ ഒരു സുഖാവസ്ഥയാണ്. ശാരീരികമായി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി നടക്കുകയും അസുഖങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വന്നുപെട്ടിട്ടുള്ള ഈ അവസരത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ശാരീരികമായി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് ആവശ്യമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ആവശ്യമാകുന്ന ചുറ്റുപാടുകൾ, ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി ആ ശാരീരിക ആരോഗ്യം നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും, നമ്മൾ കുടിക്കുന്ന വെള്ളവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും, നമ്മുടെ ഭക്ഷണത്തിന്റെ രീതിയുമൊക്കെ. പലതിനും അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മളെ ഏതു ഭക്ഷണമാണെങ്കിലും നമ്മൾ ആലോചിച്ച നമ്മളുടെ നാവിലുണ്ടാകുമ്പോഴേ അതിനൊരു സുഖമുള്ളൂ.
അപ്പോഴേ നമ്മളതിന്റെ രസം അറിയുന്നത്. നാവിൽ നിന്നങ്ങ് പുറത്തേക്ക് പോയാലും നാവിൽ നിന്നങ്ങ് അകത്തേക്ക് പോയാലും അതിന്റെ രസവും സുഖമൊക്കെ തീരും. എന്നാൽ അത്തരം സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളുണ്ട്, ആശ്രയിക്കുന്ന ഹോട്ടലുകളും തട്ടുകടകളും മറ്റു സൗകര്യങ്ങളും, അതൊക്കെ പലതിലും നമ്മൾ കണ്ടിട്ട് മനുഷ്യൻ അതിന്റെ ഒരു അടിമയാകുന്ന, അഡിക്റ്റ് ആകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ അതിലുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ളത്, വായുയുടെ കാര്യത്തിലും വെള്ളത്തിന്റെ കാര്യത്തിലും ശബ്ദമലിനീകരണം, ഇതൊക്കെ നമ്മുടെ ശാരീരിക പ്രയാസങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ശാരീരികമായ ആരോഗ്യത്തെ ഹാനികരമായി അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ഇവിടുന്ന് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് മറ്റൊരു രീതി സ്വീകരിക്കുക എന്നുള്ളത് ഈ ആധുനികന് അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്ത് സാധ്യമല്ല. നമ്മളിതൊക്കെ മാറി നിന്ന് അതിലൊക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി നടക്കാൻ, അസുഖങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരവസ്ഥയിലായി തീർക്കാൻ നമുക്ക് ഇന്ന് നമ്മൾ എത്തിപ്പെട്ട ഈ അവസരത്തിലെ MI ലൈഫ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് സമ്മാനിക്കുന്ന പ്രൊഡക്റ്റുകളിൽ ശക്തമായ റിസൾട്ടുള്ള, കാരണം അതിന്റെ നിർമ്മിതിയും അതിന്റെ രീതിയും ഒക്കെ അങ്ങനെയാണ്. പ്രൊഡക്റ്റുകൾ നമ്മൾ ഓരോന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ കാലിന്റെ വിരലുകൾ മുതൽ മൂർധാവ് വരെ നമ്മളെ സംരക്ഷിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് തരുന്നുണ്ട്. ഒരു നന്മ ചുരുങ്ങിയ ഒരു കുഴിനകം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ശാരീരികാവസ്ഥ വ്യത്യസ്തപ്പെട്ട ഒരു സഹോദരന് അവന്റെ അത് മാറാൻ വൂണ്ട് ഹീല് മുതൽ അതിങ്ങനെ ഇപ്പുറത്ത് വിട്ട് വളങ്കടി വരുന്ന ആളുകൾക്ക് അതിന് വൂണ്ട് ഹീലിങ്, അതിങ്ങനെ കഴിഞ്ഞ് അവന്റെ ദണ്ടം കാലിനൊക്കെ വേദന പ്രയാസമുള്ളതിന് അതിന് നല്ല ചാമ്പി തൈലമുണ്ട്, നോവേദന ജെല്ലുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളത് കഴിഞ്ഞ് നമ്മുടെ മുട്ടിന് വേദനകളും പ്രയാസങ്ങളും, മടക്കാൻ കഴിയാത്തവരും നടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുമൊക്കെ രോഗികൾ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അവരിങ്ങനെ പരിശോധിച്ച് ഒരാഴ്ചന്റെ ഗുളിക കൊടുക്കും, നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് നിങ്ങളൊന്ന് വാ. അയാൾക്ക് തന്നെ ഉറപ്പൊന്നുമില്ല, എന്നാലും അയാൾ നല്ല ഡോക്ടറാണ്, കാരണം കുറെ ഗുളിക എഴുതിയിട്ടുണ്ട്, ഇയാള് ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ ഇവിടെ ഒക്കെ തട്ടി നോക്കിയും പിന്നെ മുട്ടി നോക്കിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മാസങ്ങളോളം 2-3 മാസം അങ്ങനെ പോകുമ്പോഴാണ് ഡോക്ടറോട് പറയുന്നത്, ഡോക്ടർ ഇങ്ങനെ തരുന്ന ഗുളിയൊന്നും മാറ്റമൊന്നുമില്ല, കുടിക്കുമ്പോൾ മാത്രമേ ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്നല്ലാതെ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുറെ ആയില്ലേ, പിന്നെ പ്രായമൊക്കെ ആയില്ലേ, അപ്പോ അങ്ങനെയൊക്കെയാണ്, എനിക്ക് കഴിഞ്ഞു പോകും, എന്നാലും ഇത് കഴിക്കി. എന്നാൽ പിന്നെ ഇതൊക്കെ പ്രായമൊക്കെ അങ്ങനെ സഹിച്ചങ്ങ് പോകാൻ വേണ്ടി പിന്നെയും നമ്മൾ ക്യാപ്സ്യൂളുകൾ പല രീതിയിലും നമുക്ക് തരികയാണ്. തേമാനം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിന് മരിക്കുന്നത് വരെ മരുന്നില്ല എന്നൊക്കെയാണ് നമ്മളുടെ ഒരവസ്ഥ. ഇന്നത്തെ ചുറ്റുപാടിന്റെ അവസ്ഥ അങ്ങനെയാണ്. എന്നാ നോക്കൂ, അവിടെയും കാൽസ്യത്തിന്റെ കുറവ്, മജ്ജയുടെ കുറവ് എന്നുള്ള പ്രയാസങ്ങൾ തീർക്കാൻ, അവിടെ നീർക്കെട്ട് കൊണ്ടുണ്ടാക്കുന്ന വേദന മാറ്റാൻ നമുക്ക് നോവേദന ക്യാപ്സ്യൂൾ ഉണ്ട്, കാൽസ്യത്തിന് നാൽസ്യം ഉണ്ട്, പിന്നെ ഫുഡിന്റെ പ്രയാസം കൊണ്ടൊക്കെ സഹിക്കുന്ന സ്പെർലിന ഗോൾഡ്. ഇങ്ങനെ നമ്മുടെ അതിന്റെ പ്രയാസം മാറിയ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളും അവരുടെ റിസൾട്ടും അതിന്റെ പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലുണ്ട്. അവിടെ നമ്മളിങ്ങനെ ഓരോന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന, നമ്മൾ ആലോചിച്ച് നോക്കൂ, അതങ്ങനെ നമ്മൾ വയറിലെത്തിയാൽ വയറിന്റെ പ്രയാസങ്ങൾ മാറ്റാൻ ഇമ്മ്യൂണിറ്റി റിപ്ലസ്, പ്രോബയോട്ടിക് ഉണ്ട്. ആ പ്രോബയോട്ടിക് ഇമ്മ്യൂണിറ്റി റിപ്ലസ് ഒക്കെ ചെയ്യുന്ന ഗുണങ്ങളും അതിന്റെ റിസൾട്ടുകളും കടന്നു പോകാനില്ല. നമ്മൾ എത്തിപ്പെട്ട ബിസിനസ്സിലെ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ചോ അവസരത്തെക്കുറിച്ചോ ഒരു ചിന്ത ഉണ്ടായാൽ, ഇതൊരു ബിസിനസ് മാത്രമല്ല, എന്നാൽ തനി ബിസിനസ്സാണ്. കാരണം നമുക്ക് സാമ്പത്തികമായി പ്രയാസം ഉണ്ടായാൽ ഒരു നല്ല ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയില്ല. മാനസിക പ്രയാസം അത് മാറ്റാൻ സാമ്പത്തിക സൗകര്യം ഇല്ലെങ്കിൽ കഴിയില്ല. സാമ്പത്തികം ഉണ്ടായാൽ ഒരു പരിധിവരെ എന്നല്ല, തളർന്നു പോകാത്ത, വീണു പോകാത്ത, മനസ്സിന്റെ ഉടമയാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്
പിന്നെ ഏറ്റവും നല്ലത്, ഏറ്റവും നന്നായി നമുക്ക് വേണ്ട സാമ്പത്തികമാണ്. ആ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അവസരം. അപ്പൊ നമ്മളെ തെങ്ങനെ കഴിഞ്ഞാൽ വയറ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നെഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറുണ്ട്, നമ്മുടെ കരളുണ്ട്. ലിവറിൽ നിന്ന് ഒരുപാട് പണി നടക്കുന്ന ഹാർട്ടിന് നമുക്ക് നന്നായി പണി നടത്തണം. അതിന്റെ പണി ഓരോന്നും വിശദീകരിക്കാൻ ദിവസങ്ങളോളം വിശദീകരിക്കേണ്ട പണികൾ നമ്മുടെ ഹാർട്ട് നമുക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ചലിക്കുകയാണ്. ആ ചലിപ്പിക്കുന്ന ദൈവം തമ്പുരാന് നമ്മൾ സർവസ്തുതിയും ഇപ്പൊ അർപ്പിക്കുകയാണ്. അവൻ നമ്മളെ എല്ലാ നിലയിലും സംരക്ഷണം തരട്ടെ. അപ്പോ ആ ചലിക്കുന്നതിന് അതിന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലതുകൊണ്ടും പ്രയാസപ്പെടുമ്പോൾ അതിനൊന്ന് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റുന്ന, അതിന് ശക്തമാനാക്കുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് വെൽഹാർട്ട് എന്ന് പറയുന്നത്. ചെറിയ കുഞ്ഞു കുഞ്ഞു നെർവുകളിൽ പോലും, നരമ്പുകളിൽ പോലും രക്തമോട്ടം നടക്കുകയും ആ രക്തമോട്ടം നടക്കാൻ തരത്തിലേക്ക് നമ്മുടെ രക്തത്തെ നോർമലൈസ് ചെയ്യാൻ പറ്റാവുന്ന തനി ആയുർവേദ ചേരുവകൾ ചേർന്നിട്ടുള്ള പരമ്പരാഗതമായി ആയുർവേദ ചേരുവ പ്രകാരം, അതിൻ്റെ സ്വഭാവ പ്രകാരം അതിനെഴുതി വെച്ച നിയമങ്ങൾ അല്ലെങ്കിൽ ആചാര്യന്മാർ അനുഭവിച്ചെടുത്ത, ആർജിച്ചെടുത്ത നിയമപ്രകാരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്യാപ്സ്യൂളുകളാണ് പ്രത്യേകിച്ചും മൈലൈഫിൻ്റെതെല്ലാം. എന്നാൽ വെൽഹാർട്ടിനൊക്കെ അതിൻ്റെ ചേരുവകളുടെയൊക്കെ ഓരോന്ന് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കരള് പറയുമ്പോൾ നമ്മുടെ കരളാണല്ലോ. കരളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് ലിവ് അഗൈൻ, ആ കരളിനെ റീകണ്ടീഷൻ ചെയ്യാൻ പറ്റുന്ന ലിവ് അഗൈൻ ഉണ്ട്. എന്തൊക്കെയാണ് കരളിന്റെ ആരോഗ്യം പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആയുർവേദ ചേരുവകൾ അടങ്ങിയ കരളിന്റെ ആരോഗ്യത്തിന് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പല ഔഷധ സസ്യങ്ങളിലും ഈ സസ്യങ്ങളും അടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലിവഗൈൻ. അത് ക്യാപ്സ്യൂളും സിറപ്പൊക്കെ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കരളിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അനാരോഗ്യകരമായ ഭക്ഷണ രീതി കൊണ്ടാണ് അത് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. അതുമൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് നമ്മളെ കരളിനെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ലിവഗൈൻ. ഡെയിലി എല്ലാവരും നമ്മളൊന്ന് കഴിക്കണം. കരളിന്റെ എൻസൈമുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ, ക്ഷീണം മാറ്റാൻ, വിശപ്പില്ലായ്മ പരിഹരിക്കാൻ, ദഹനക്കേട് പരിഹരിക്കാൻ, വയറിന്റെ വേദനയുമായി ബന്ധപ്പെട്ട് കരളിന്റെ പ്രവർത്തനത്തിന്റെ മാന്ദ്യം അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ പ്രയാസം അത് പരിഹരിക്കാൻ, ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താൻ, നന്നായി വിശപ്പുണ്ടാകാൻ, ഇതൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ലിവഗൈൻ. പ്രധാനപ്പെട്ടതാണ്. 500-ലധികം നമ്മുടെ കരള് 500-ലധികം സുപ്രധാനമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് നമ്മുടെ കരള്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ടോ? 500-ലധികം കരട് കോശങ്ങളെ ജീവിപ്പിക്കുന്ന വലിയ കണ്ടന്റുകൾ നമ്മുടെ ലിവഗൈലുണ്ട്. ഏമ്പക്കം, നെഞ്ചരിച്ചൽ, ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് ലിവഗൈൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ പണിയാ കരളെടുക്കുന്നറിയോ? നമ്മുടെ കരള് വിഷാംശം നീക്കുന്നുണ്ട്, രക്തം ശുദ്ധീകരിക്കുന്നുണ്ട്, തിന്നുന്ന ഭക്ഷണത്തിന്റെ ഇതൊക്കെ രക്തമാക്കി നമ്മുടെ അതിലൂടെ കയറി ഇറങ്ങുന്ന വിശാലമായൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണങ്ങളിൽ വരുന്ന അമോണിയത്തെ യൂറിയാക്കി മൂത്രത്തിലൂടെ പുറത്തേക്ക് വിട്ട് അത് ക്ലിയർ ആക്കുന്നൊരു പണി നടക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നുണ്ട്, കൊഴുപ്പിന്റെ സംരക്ഷണം നടത്തുന്നുണ്ട്, പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ദഹനത്തിന് സഹായിക്കുന്ന അതിൻ്റെ ഒരു കെമിക്കലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ വലിയ സംഭവമാണ്. അതുമാത്രമല്ല വലിയ ഒരു സംഭരണശാലയാണ് നമ്മുടെ കരള്. വലിയൊരു മുസ്തൗദ ഗോഡൗൺ ആണ് നമ്മളുടെ ശരീരത്തിലെ കരള്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത് കരളാണെന്നാണ്. അപ്പോൾ സംഭരണശാലയാണെന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമാകുന്ന നിരവധി ഘടകങ്ങൾ സംരക്ഷിക്കുന്ന പണിയൊക്കെ എടുക്കുന്നത് കരളാണ്. ഈ കരളിനെയാണ്
ഈ കരളിനെയാണ് സംരക്ഷിക്കാൻ നമ്മൾ ലിവഗൈൻ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരളിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ കരളിനെ സംരക്ഷിക്കാൻ ലിവഗൈൻ എന്നെ കേൾക്കുന്ന നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ എത്ര അത് ഗൗരവത്തോടെ കണക്കിലെടുക്കാറുണ്ട്? ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം എല്ലാ നിലയിലും നമ്മളെ സഹായിക്കുന്ന, വെറും ബിസിനസ് മാത്രമല്ല, നമ്മുടെ സ്വന്തത്തെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന വലിയ പ്രൊഡക്റ്റുകളൊക്കെയാണ് നമ്മുടെ ഈ കമ്പനി നമുക്ക് സംഭാവന ചെയ്യുന്നത്. അപ്പൊ ശാരീരികമായി പറഞ്ഞാൽ പിന്നെ ഉണ്ടാകേണ്ട, മാനസികമായി ഉണ്ടാകേണ്ട സൗകര്യങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് കേൾക്കുന്നവർക്ക് തന്നെ ബോധ്യാവുന്നുണ്ടാവുമല്ലോ. പിന്നെ നമുക്കുണ്ടാകേണ്ടതാണ് സാമൂഹികമായി, ശാരീരികം എന്നാൽ മാനസികമുണ്ടായാൽ പിന്നെ നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമൂഹികമായി നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത്. സാമൂഹികമായി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്താനും ഇടപെടാനും നമുക്ക് സാധിക്കണം. ഇത് നമ്മൾ ആരോഗ്യപരമായി നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ വലിയ ആൾക്കൂട്ടങ്ങളിലും പള്ളികളിലും അതേപോലെ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളിലും ഒക്കെ കൂടുമ്പോൾ നമ്മളെപ്പോഴും ഒരു കുരച്ചുകൊണ്ടിരിക്കുന്നവൻ, അല്ലെങ്കിൽ ആരോഗ്യപരമായി നമ്മൾ മോശമാണെങ്കിൽ ആരുകളും അങ്ങനൊന്നും മൈൻഡ് ചെയ്യില്ല. അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാക്കട്ടെ. അപ്പോ അവിടെ നമ്മുടെ ആരോഗ്യം അതുമായി ബന്ധപ്പെടുന്നതിന് പുറമെ ലോകാരോഗ്യ സംഘടനയുടെ വിവക്ഷപ്രകാരം തന്നെ നമ്മൾ പറയാം, അവരുടെ നിരീക്ഷണ പ്രകാരം തന്നെ പറയുക, ശാരീരികവും മാനസികവും സാമൂഹികവും വളരെ പ്രധാനമാണെന്ന്. അപ്പോൾ സമൂഹത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനം. ഒന്ന്, സമൂഹത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരാവുക. കാരണം നമ്മൾ ആരോഗ്യമില്ലാഞ്ഞാൽ പലപ്പോഴൊക്കെ ഞാനൊക്കെ ഇങ്ങനെ പ്രഭാഷണ രംഗത്തൊക്കെ പോകുമ്പോഴേ ചിലയിടത്തിലൊക്കെ നമ്മളെ പ്രധാനമായി ഭക്ഷണത്തിനൊക്കെ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴേ കണ്ണ് നനയുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കാർക്കും വരാതിരിക്കട്ടെ. വന്നവരുടെ രോഗികളായി കിടക്കുന്നവരുടെ രോഗത്തിനൊക്കെ ദൈവം തമ്പുരാൻ വളരെ പെട്ടെന്നുള്ള ശമനം, ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. അനുബന്ധമായി പലരും ഓർത്ത് ദ്വാ ചെയ്തു പോയതാണ്. അവിടെ കൊണ്ടുപോയാൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഒന്നും ഇങ്ങനെ അപ്പോ അവിടുന്ന് കൊണ്ടുപോയാൽ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ നിർത്തിയിട്ട് പറയണാണ്, നോക്കൂ ഉസ്താദെ, കിടക്കുന്നത് കണ്ടൂടാ, ഒന്നിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് കേൾക്കുമ്പോൾ മിണ്ടാൻ കഴിയാതെ കിടക്കുന്ന വാപ്പയോ ഉമ്മയോ ഒന്ന് നോക്കിയിട്ടുള്ള ഒരു കണ്ണ് നനയെ, അവിടെ കണ്ണിന്ന് വരുന്ന കണ്ണിനീരുണ്ട്. നമ്മളുടെ കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾക്ക് സുഖമില്ലാതായാൽ ഉറക്കം ഒഴിഞ്ഞിതൊങ്ങനെ ജീവിച്ചു കിട്ടണേ എന്ന് കരുതി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മയോ ഉപ്പയോ വേണ്ടപ്പെട്ടവരെ കിടക്കുമ്പോ രോഗികളായി പോയാൽ പിന്നെ ഇവരൊന്ന് മരിക്കുന്നത് വരെ നോക്കുക എന്നുള്ളിടത്തിലേക്കാണ് നമ്മുടെ ചിന്താഗതി മാറുന്നത്. അപ്പൊ നമ്മൾ ആരോഗ്യമുള്ളവരായാലാണ് സമൂഹത്തിൽ നമുക്ക് വിലയുണ്ടാകുള്ളൂ സാമൂഹികമായി. അതുപോലെ തന്നെ സാമൂഹികമായി ആരോഗ്യമുണ്ടാകാൻ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ആരോഗ്യത്തിന്റെ വളരെ പ്രധാനമാണ് നമ്മളിൽ മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധങ്ങൾ പുലർത്താൻ, അവരുമായി ഇടപെടാൻ സഹായിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, MA ലൈഫിലാണല്ലോ നമ്മൾ ഉള്ളത്. ഇതില് സാമൂഹികമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തുക നമ്മുടെ ആരോഗ്യത്തിന്റെ വളരെ പ്രധാനമാണത്. നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതും ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതും സൗഹൃദങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും നമ്മൾ മരുന്ന് കഴിക്കുന്നതിനേക്കാളേറെ, ഭക്ഷണം കഴിക്കുന്നതിനേക്കാളേറെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധം തന്നെയാണ് സാമൂഹികമായി നമ്മുടെ ഇടപെടൽ. സാമൂഹികമായ അവജ്ഞയും സാമൂഹികമായ പ്രയാസങ്ങളും പലപ്പോഴും പലരും അനുഭവപ്പെടുമ്പോൾ അവർ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിന് വളരെ പ്രധാനപ്പെട്ട, വളരെ ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഈ ബന്ധങ്ങളും ഈ സാമൂഹിക കടപ്പാടുകൾ ഉണ്ടാക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ ഈ
ജീവിതം, നമ്മുടെ MI ലൈഫിൽ കൂടെയുള്ള ജീവിതം, ഒരുപാട് ബന്ധങ്ങൾ. ഞാൻ ഇന്നലെ നമ്മൾ കോഴിക്കോട് പ്രിയപ്പെട്ട ശൈലേഷ് സാറും മെൽനി സാറും ഒക്കെ നടത്തുന്ന FSSൽ പോകാൻ ചാൻസ് കിട്ടിയപ്പോഴേ അവിടെ ചെന്ന് ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പോ, ആ നിങ്ങളല്ലേ, നമ്മൾ അറിയില്ല ആളുകളെ, നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നത്, അവരാ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അവരാ പരിചയം പുതുക്കാൻ അവർക്ക് മനസ്സിന്റെ ഉണ്ടാകുന്ന ഒരു സുഖം. മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഒരു പ്രവാചക വചനത്തിൽ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? അവിടെ അനുബന്ധമായി ഓർത്തു പോയപ്പോ നമ്മളൊക്കെ അത് പറയിപ്പിക്കാൻ വേണ്ടിയും നമ്മളിൽ അത് വരാൻ വേണ്ടിയും മാത്രം ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയാൻ പറ്റാവുന്ന തരത്തിലുണ്ടായിട്ടും അതൊന്നും പറയാതെ, അതൊന്നും പ്രതിപാദിക്കാതെ പറഞ്ഞ ഒരേ ഒരു വർത്താനമുണ്ട്, മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഇട്ടുകൊടുക്കാൻ കഴിയുക. നിന്നെ കാണുമ്പോൾ ഉണ്ടാകണം, നീ ഇടപെടുമ്പോൾ ഉണ്ടാകണം, സംസാരിക്കുമ്പോഴുണ്ടാകണം. നിന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ, അത് നിന്റെ പ്രവർത്തനം കൊണ്ടാവാം. പല നിലയിലും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സുകളിൽ സന്തോഷം ഇട്ടുകൊടുക്കാൻ കഴിയുക. ആ സന്തോഷത്തിനാണ് വലിയ പ്രാധാന്യം. അത് നമ്മുടെ എല്ലാ ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഔഷധമാണ്. ആ ഔഷധമാണ് നമ്മൾ ഇതിൽ കൂടെ പ്രധാനമായി സമ്മാനിക്കുന്നത്. ഒരുപാട് ആളുകൾ ജാതി ഭേദമന്യേ കണ്ടപ്പം വലിയ പുഞ്ചിരിയോടെ, വലിയ സന്തോഷത്തോടെ, നിങ്ങൾ എനിക്കറിയാം, നിങ്ങൾ സൂമിൽ വന്നിരുന്നില്ലേ, നിങ്ങൾ അത് പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞു പരിചയപ്പെടുന്നത്. എന്ന് കഴിഞ്ഞ നമ്മളിപ്പോ സ്വന്തമായി സൂം തുടങ്ങിയപ്പോൾ മിഷൻ ഇന്റർനാഷണൽ ടീം നമുക്ക് സ്വന്തമായി നമ്മുടെ ഒരു നിലനിൽപ്പും നമ്മളുടെ ഉയർച്ചയും മാനിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മിഷൻ ഇന്റർനാഷണൽ ടീമിന്റെ ഫൗണ്ടർ നൗഫൽ സാറ് നമുക്ക് സ്വന്തമായി പ്ലാറ്റ്ഫോം തന്നപ്പോൾ നമ്മൾ നേരത്തെ പങ്കെടുത്ത വലിയ ഒരു സൂം പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടത്തേക്ക് നമ്മൾ എത്തിപ്പെടാൻ പോവുകയാണ്. നൗഫൽ സാർ ഇതിന് തുടങ്ങിയപ്പോൾ 100 തികയിൽ നിന്ന് കയറാൻ വേണ്ടി ഇങ്ങനെ ദൂരെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു. 100 കയറിയപ്പോ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 3-4 മാസം തികയുന്നതിന് മുമ്പ് നമുക്കത് തേക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റു സൂമുകളിൽ നിങ്ങളിപ്പോൾ അതിൽ കാണുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ. അതേപോലെ നമ്മളുടെ പ്രവർത്തനം വീക്ഷിക്കുകയാണ്. ഒരു നേട്ടവുമില്ലാത്ത ആളുകൾ പോലും ഈ മാനസിക സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്താ അതിൽ കാണാത്തത്? ഞാൻ ഓർത്തു പോകണം, നമ്മളുടെ ഈ FSSൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേര് നമ്മുടെ ലീഡേഴ്സ് ഇടേണ്ടി വന്നപ്പോൾ അതിലിങ്ങനെ ഇടുന്നതിൽ ഞാൻ ഇടാൻ വൈകിയപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കൂടെ FSSൽ ആരെങ്കിലുമൊക്കെ പങ്കെടുപ്പിച്ച ഒരു നേട്ടവും അയാൾക്ക് കിട്ടിയിട്ടല്ല. അതിൽ കാണാത്ത അയാളുടെ മാനസിക പ്രയാസം എന്താണ്, ഉസ്മാൻ ദാരിമിക്ക് അത് ചെയ്യാൻ മറന്നുപോയതാണോ എന്ന് അന്വേഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് ഈ MI ലൈഫിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും എൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റോഡ് സൈഡിലെ ഈ ഫുട്പാത്ത് അത് കിട്ടി, അതിനു വേണ്ടി പലക അടിക്കുന്ന ഒരു ഒരു മനുഷ്യൻ, അയാളുടെ എന്തോ പേര് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞില്ല, സുബ്രഹ്മണ്യൻ എന്നങ്ങനെ, നമുക്ക് പല അടിക്കാം. അയാൾ ഇങ്ങനെ പല അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അയാളിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കി, എന്നിട്ട് പിന്നെ നിങ്ങൾ ഉസ്മാൻ ദാരിമിയൽ? ആ തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് പരിചയം? ഞാൻ മൈ ലൈഫിലുണ്ട്, മൈ ലൈഫിൽ നിന്ന് നിങ്ങളെ ഞാൻ പിന്നെ പ്രസംഗമെല്ലാം കേട്ടിട്ടുണ്ട്, നിങ്ങളെ സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അയാളുമായി ഒന്ന് ലോക്യം പറയും. എവിടെന്നോ ആളെ ഒരിക്കൽ പോലും, അങ്ങനെ എത്ര അനുഭവങ്ങൾ. ഇന്നലെ ഞാൻ ബഷീർ സാറ് പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും നമുക്ക് ഒരു സഹായം ഉണ്ടാകുന്ന തരത്തിലേക്ക് ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളെ കൊണ്ട് ഞാൻ പ്രധാനമായി പറയുന്ന ഈ ബന്ധങ്ങളെ കൊണ്ട് നമ്മുടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ പറ്റിയതാണ്, ഉതകുന്നതാണ് എന്ന് മാത്രമല്ല അതും കൂടി ഉള്ള ആളുകൾക്കാണ് ആ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ്.
അതിന് വളരെ പറ്റാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ് നമ്മുടെ മൈ ലൈഫ്. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ എവിടേക്കോ ചെന്നാൽ, ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് നിലനിർത്തേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതുമായ ഒരു വിഭവമാണ് നമ്മുടെ ആരോഗ്യമെന്നാണ്. അല്ലാതെ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല ആരോഗ്യം. നമ്മൾ മെച്ചപ്പെടുത്തേണ്ട, നമ്മൾ നിലനിർത്തേണ്ട ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. പ്രവാചക അധ്യാപനത്തിലൊക്കെ ഞാൻ അതിലേക്ക് വരുന്ന വെച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ടു ഞാനത് പലർക്കും ക്ലാസ് എടുത്തത് കൊണ്ടൊക്കെ, അവിടെ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ്, എനിക്ക് നല്ല ആരോഗ്യവും നല്ല സ്വഭാവവും തരണേ നാഥ എന്ന്. നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉയർന്നവനാകുന്നത്, അയാൾ വലിയ സ്ഥാനമഹിമയുള്ള മുന്തിയവനായി മാറുന്നത് ആരോഗ്യവാനായ വിശ്വാസിയാകുമ്പോഴാണ് എന്ന്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആരോഗ്യം നമുക്ക് എവിടെ ഉണ്ട്, ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ സമൂഹത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മളെ കൊണ്ടു നടക്കാനൊക്കെ കഴിയും. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മളെല്ലാവരും അവഗണിക്കപ്പെടുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റാവുന്ന അതിന്റെ വിഭവങ്ങൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, വയറിന്റെ ആവശ്യങ്ങൾക്ക്, വയറിന്റെ പ്രയാസങ്ങൾ മാറ്റാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്ലസും അതേപോലെ പ്രോബയോട്ടിക് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭക്ഷണ രീതിയെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും മോശമായ പാത്രം നമ്മൾ നിറക്കുന്ന വയറാണ് എന്ന്. അപ്പൊ വയറ് ക്ലിയർ ആയാൽ എല്ലാം ക്ലിയർ ആയി എന്ന തരത്തിലേക്കാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത്. അതനുബന്ധമായി ഓർത്തു പോയപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുക എന്നുള്ളതും നമ്മളത് മെച്ചപ്പെടുത്തുക എന്നുള്ളതും. ആരോഗ്യകരമായ ജീവിതശൈലി നമുക്കുണ്ടാകണം. അതിന് സമൃദ്ധമായ ഭക്ഷണം നമുക്ക് കിട്ടണം. സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നതിൽ ചുറ്റുപാടുകളിൽ നിന്ന് വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഈച്ച പോലും നിൽക്കില്ല നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ ഫ്രൂട്ട്സുകളിലോ നമ്മുടെ ഭക്ഷണങ്ങളിൽ പോലും. കാരണം അവരെയൊക്കെ പക്ഷിയൊക്കെ മുന്തിരിത്തോട്ടങ്ങളിൽ കയറി ഏതെങ്കിലും ഒരു മുന്തിരി കടിച്ചു പോയാൽ അവിടെ തന്നെ ചത്തുവിടുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ ഇഷ്ടം പോലെ പറവകൾ ചത്തു വീണത് കാണാം. അത്രയേറെ വലിയ വിഷം ഓരോന്നിലും, പാവക്കയുടെ ഓരോന്നിലും അങ്ങനെ വിഷാംശങ്ങൾ അടങ്ങിയ. അപ്പൊ നമ്മൾ ഇതൊക്കെ മാറ്റി ഒരു പുതിയ കയ്പ കൃഷി ഉണ്ടാക്കി, മുന്തിരി കൃഷി ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കാൻ നമുക്കിപ്പൊ കഴിയില്ല. അവിടെയുള്ള നമ്മളത് കൂടുക, അല്ലാതെ വേറെ മാർഗം നമുക്കില്ല എന്നുള്ള ഉറപ്പാണ്. അവിടെ നമുക്ക് പിന്നെ ഉള്ളത് എന്താണ്? ഉള്ള വലിയ മാർഗങ്ങൾ നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അത് പ്രധാനമാണ് ഡയലി ഡീറ്റോക്സ്. അത് നമ്മുടെ ഭക്ഷണത്തിൽ മാത്രമല്ല, വായുവിലൂടെ, വെള്ളത്തിലൂടെ എന്തൊക്കെ ശരീരങ്ങളിലെ അകത്തേക്ക് എന്തൊക്കെ വിഷാംശങ്ങൾ ചെന്നിട്ടിടത്തിൽ ആയുർവേദ ചേരുവകളോടുകൂടെ പിന്നെ പരമ്പരാഗത ആയുർവേദ രീതിക്കനുസരിച്ച് നമുക്ക് വേണ്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്സ്യൂളാണ് ഡയലി ഡീറ്റോക്സ് എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ നമുക്ക് കിട്ടാൻ, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കിട്ടാൻ അതിൻ്റെ പുറമെ നമുക്ക് മുരിങ്ങ ഉണ്ട്. മുരിങ്ങ ഉള്ളതുപോലെ വിറ്റാമിൻ സി ഉണ്ട്, 95 ഉണ്ട്, സ്പെർലിന ഗോൾഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നു. പിന്നെ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ നമുക്ക് വേണ്ടത് വ്യായാമ രീതികളാണ്. അത് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അതിനു വേണ്ടിയുള്ള മാർഗങ്ങളും സമയങ്ങളും അവർക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഇതോടുകൂടി നമുക്ക് ഉണ്ടാകുമ്പം തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ രീതിയും ഭക്ഷണ രീതിയും ഒക്കെ നമുക്കുണ്ടാകും. വ്യായാമം ഉണ്ടാകുന്നതോടുകൂടി മതിയായ ഉറക്കമുണ്ടാവുക, മാനസിക സമ്മർദ്ദം കുറക്കുക, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവശ്യമാകുന്ന ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമുള്ളതാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊക്കെ
വേറെ ആർക്കോ ഉള്ളതാണ് എന്ന ഒരു ബോധത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ ഇതിനെ ഇടപെടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയാസപ്പെട്ട ചില പ്രയാസങ്ങൾ ഓർന്നു പറഞ്ഞതാണ്. നമ്മളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. നമ്മളിലേക്ക് ഇത് നമുക്ക് ചേർത്തി നോക്കാൻ കഴിയണം. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോരോ ഉൽപ്പന്നങ്ങളും ആ ഉൽപ്പന്നങ്ങളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ആരോഗ്യത്തിനും സമൂഹത്തിന്റെ ആരോഗ്യത്തിനും, ഇതിൽ നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു, പിന്നെ മറ്റുള്ളവരുടെ മനസ്സുകളിൽ സന്തോഷമിട്ട് കൊടുക്കുക. ഇന്നലെ റിസൾട്ട് പറഞ്ഞപ്പോൾ മമ്മൂട്ടി സാറ് പറഞ്ഞു, വീടിന്റെ രണ്ടാമത്തെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. വീണിട്ട് ചച്ചുപോയി, വേദന സഹിക്കാതെ ഒരുപാട് കാണിച്ചെടുത്തെന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തപ്പം വേദന മാറിയിട്ട് ഇന്നിപ്പോ ഇതിന്റെ ഒരാളായി അവര് മാറി, ആ കുടുംബം മാറി. ആ കുടുംബത്തിൽ അപ്പോഴേ അവരുടെ ഉമ്മാക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു. ഇന്നിപ്പോ അവര് എന്തുണ്ടായാലും ഉടനെ വിളിക്കുന്നത് മമ്മൂട്ടി സാറിനെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ഞങ്ങൾ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അതൊരു സന്തോഷത്തിൽ നിന്നുണ്ടാകുന്നതല്ലേ. അതേ സമയത്ത് അത് പറയാൻ മടിച്ച് നമ്മളെങ്ങനെ അത് പറയാ എന്ന് കരുതി മാറി നിന്നിരുന്നുവെങ്കിൽ ഈ ഒരു സന്തോഷം ഉണ്ടാകുമായിരുന്നു. ഇതുപോലെ ഓരോന്നിലെടുത്തു നോക്കിയാൽ നമ്മൾ കൊടുക്കുന്നത് വലിയ സന്തോഷങ്ങളാണ്. ആദ്യം നമ്മൾ അതിൽ കോൺഫിഡൻറ്റോടുകൂടി നമ്മുടെ വിശ്വാസവും അത് അങ്ങനെ പറയാനും കഴിയണം. ഇത് പറയുമ്പോൾ ഇപ്പോഴും പലപ്പോഴും നമുക്ക് പലർക്കും ഇതൊരു ബിസിനസ് മൈൻഡിൽ കാണുന്നതിനേക്കാൾ ഏറെ ഇതൊരു വലിയൊരു ഹെൽപ്പാണ്, സഹായമാണ്. ഞാൻ ഇന്നലെ നമ്മളുടെ പ്രിയപ്പെട്ട ബെന്നി സാർ പറഞ്ഞപ്പോൾ ഒരുപാട് നേരം ആലോചിച്ചു പോയിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ പട്ടിണി നമ്മളെ യഥാർത്ഥ ഒരു മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളതൊരു പട്ടിണി മാറ്റുന്നിടത്തിലേക്ക് മാത്രമാണ് നമ്മൾ ചേർത്ത് വെക്കാറ്. അവിടെ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ, വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ ഉത്തരവാദിയാണ്. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അതിന് പറ്റാവുന്ന തരത്തിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഇപ്പൊ അവർ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളത് പറഞ്ഞു കൊടുക്കുകയും വേദന അനുഭവിക്കുന്ന ഇത് ചെയ്തു നോക്കൂ, മറ്റു പ്രയാസങ്ങൾക്ക് ഇത് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരം നമ്മൾ തരാം, ഈ അവസരം ഉപയോഗിച്ചു നോക്കൂ എന്നൊക്കെ പറയൽ നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചിരിക്കണം. ആ ബാധ്യത നമ്മൾ നിർവഹിക്കാൻ കടപ്പെട്ടവരാണ്. പല്ലുവേദന കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് കാണിക്കാൻ പോകുമ്പോ ഇന്ത്യയിൽ ഉണ്ട് എന്ന് അവനക്ക് അറിയാലോ, എന്നിട്ട് എന്താ ഓനത് ചോദിക്കാത്ത എന്ന് കരുതിനു പകരം നമ്മളൊന്ന് ചെന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞാൽ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും നമ്മുടെ ഒരു വാശിയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞാൽ ഓൻ സ്വീകരിക്കണം, ഞാനല്ലേ പറയണത് എന്നത് മാറ്റിയിട്ട് നമ്മൾ നമ്മളതായ പാർട്ട്, നമ്മളുടെ ഭാഗം നമ്മൾ പണിയെടുക്കുക. അത് നമ്മളങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്കത് റിസൾട്ട് ഉണ്ടാകും. അവരുടെ വേദന മാറിയാൽ. എൻ്റെ ഒരു സുഹൃത്ത് നുച്ചാടൻ അങ്ങനെ പറയാ പ്രദേശം ആള്, അദ്ദേഹത്തിന്റെ വൈഫ് ഗർഭിണിയാണ്. ഗർഭിണിയായ വൈഫിന് പല്ലുവേദന കൊണ്ട്, ഗർഭിണിയാകുമ്പോ പല്ലുവേദനകൾക്ക് പെയിൻ കില്ലറുകൾ കൊടുക്കൂല നല്ല ഡോക്ടർമാർ. ഗർഭാസ്ഥാവസ്ഥയിൽ പലതും അവർക്ക് നിരോധിക്കപ്പെടുന്നുണ്ട്, സഹിച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ പേസ്റ്റ് ഉപയോഗിക്കുക എന്ന് സുഹൃത്ത് പറയുന്നത്. ആ സുഹൃത്താണ്. ആ സുഹൃത്തിന്റെ ഭാര്യക്ക് ആ പേസ്റ്റ് കൊടുത്തപ്പോ പല്ലുവേദന മാറിയപ്പോ പിറ്റേന്ന് രാവിലെ അന്നത്തെ രാത്രിയുടെ ഉറക്കത്തിന്റെ സുഖം, ആ സുഖം കണ്ടിട്ട് രാവിലെ വരുന്നു ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇയാളോട് പറയുന്നൊരു വർത്താനമുണ്ട്, എത്ര ദിവസമായി ഉറങ്ങി, ഇന്നലെ സുഖമായി ഉറങ്ങി. ഭാര്യ ഉറങ്ങാത്തോണ്ട് എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല, ഭാര്യയും ഉറങ്ങി ഞാനും ഉറങ്ങി, വേദന ഇല്ലാത്തൊരു രാത്രിയായിരുന്നു. എന്തേ ചെയ്തത്? പേസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കമ്പി നിർമ്മിച്ചിട്ടില്ല, പേസ്റ്റ് ഉണ്ടാക്കാനുള്ള കണ്ടന്റുകൾ തെരഞ്ഞ് നമ്മൾ പോയിട്ടില്ല, ഇതിനൊന്നും നമ്മൾ പണിയെടുത്തിട്ടില്ല.
നന്നായി പേക്ക് ചെയ്ത് ആയുർവേദ ചേരുവ പ്രകാരം മനുഷ്യന് ഹാനികരമല്ലാത്ത ഹാനികരമാകുന്ന ഒരു കെമിക്കലും ചേർക്കാതെ നല്ലൊരു ടൂത്ത് പേസ്റ്റ് MI ലൈഫ് നമുക്ക് തന്നപ്പോൾ അതൊന്ന് നിർദ്ദേശിക്കുക മാത്രം ചെയ്തത്. നിർദ്ദേശിച്ച് അത് ഉപയോഗിച്ചപ്പോൾ ആ വേദന മാറിയ സന്തോഷം പറയുന്ന ഒരു ഗർഭിണി, അതുപോലെ ഒരുപാട് ആളുകൾ, കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ആരോഗ്യം മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യവും നമ്മൾ നോക്കുന്നുണ്ട്. സമൂഹത്തിന്റെ ആരോഗ്യം ഉണ്ടാകാനുള്ള വിഷയങ്ങൾ ഞാൻ പറഞ്ഞത്, ബന്ധങ്ങളും മറ്റും നിലനിർത്തുന്നത് അതിനേക്കാൾ ഏറെ പ്രധാനമാണ്. നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ ആരോഗ്യവാന്മാരായി ജീവിക്കുക എന്നുള്ളതും സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്, സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു സന്ദേശമാണ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞാലും നമ്മൾ കൂട്ടാക്കിയാലും നമുക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചേ മതിയാകൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമുക്ക് കഴിയണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാവുന്ന സാമ്പത്തിക സൗകര്യങ്ങൾ നമ്മൾ വന്ന ഈ ബിസിനസ്സിലുണ്ട് എന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല. നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും നമ്മുടെ ഇടപെടലുകളെ കൊണ്ടും നമ്മൾ ഇതിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് മെച്ചം കിട്ടുന്നില്ല, അവന് ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതൊന്നും കൂടി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ കഴിവിന്റെ പരമാവധി എന്നല്ല, നമ്മൾ ഓരോന്നോരോന്നും അത് ഉപയോഗിച്ച് സ്വന്തം അനുഭവിക്കുകയും സ്വന്തം പറയുകയും ചെയ്യുന്നിടത്താണ് നമുക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്, അതിലൊരു വിശ്വാസം ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ഓരോരോ പ്രൊഡക്റ്റുകളും നമ്മളിൽ നിന്ന് നമുക്ക് എത്തിച്ചേരുന്നതിന് അതിനുവേണ്ടി നമ്മൾ പ്രയാസപ്പെടുകയോ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെന്ന് അന്വേഷിക്കുകയോ വേണ്ട. അതിന് വേണ്ടുന്ന സകല സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഏറ്റവും നമ്മൾ ഈ രാജ്യത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ടീം, ഒരു കമ്പനി അത് നമുക്ക് ചെയ്തു തരിക. ആ ബോധ്യം നമുക്കുണ്ടാവുകയും ആ കമ്പനിയോടും അത് നമ്മളെ പരിചയപ്പെടുന്ന ലീഡേഴ്സിനോടും നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ, അവരോട് കടപ്പാടുണ്ടായാൽ, അവരോട് അനുസരണം ഉണ്ടായാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. തീർച്ചയായും കഴിയും. അങ്ങനെ വിജയിച്ച ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ ആരോഗ്യവുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്, നമ്മൾ ചാരി നിൽക്കുന്ന എവിടെയാണോ അത് നമ്മളിലേക്ക് ബാധിക്കും. എന്നും നമ്മൾ രോഗികളുടെ പ്രയാസങ്ങളും അവരോടൊക്കെ കേൾക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കുന്നതിനിടയിൽ നമ്മുടെ മാനസികമായി നമ്മുടെ ചിന്തയും നമ്മുടെ സ്വഭാവമൊക്കെ മാറും. അപ്പോൾ നമ്മൾ വിജയിച്ചവരുടെ കഥകൾ കേൾക്കുമ്പോൾ, വിജയിച്ചവരോട് കൂടെ നിൽക്കുമ്പോൾ, വിജയിച്ചവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കുണ്ടായിത്തീരുന്നത് നമുക്ക് വിജയിക്കാനുള്ളൊരു അവസരങ്ങളാണ്. അത് നമ്മൾ ചാരി നിൽക്കുമ്പോഴേ നമുക്ക് തീർച്ചയായും ഉണ്ടാകും. അതിന് പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് നമ്മളുടെ ഈ ബിസിനസ് അവസരം. ഇത് ഞാൻ പ്രധാനപ്പെട്ട അല്ലാതെ പറയേണ്ട കേസില്ല. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച്, നമ്മളുടെ ആരോഗ്യം അതൊരു വിഭവമാണ്, അത് ഏറ്റവും വലിയ വിഭവമാണ്. അത് നിലനിർത്തേണ്ടതും അത് മെച്ചപ്പെടുത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അത് ഒരു ലക്ഷ്യമല്ല, അത് നിലനിൽക്കേണ്ടതാണ്. അതൊരു ലക്ഷ്യബോധത്തിലേക്കെന്ന് പറഞ്ഞ് ലക്ഷ്യമായി ചെല്ലേണ്ടതല്ല, അതിനെ നിലനിർത്തേണ്ടതാണ്. നമ്മളെ നല്ല ആരോഗ്യത്തോടെയാണ് നമ്മളെ പഠിച്ചത്. അതേപോലെ എല്ലാ സൗകര്യങ്ങളും തന്നാണ് നമുക്ക് ദൈവം തമ്പുരാൻ നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മറന്ന് ജീവിക്കുമ്പോഴും, നമ്മൾ എല്ലാം വിട്ട് ജീവിക്കുമ്പോഴും നമ്മളെ സംരക്ഷിക്കുന്ന തമ്പുരാൻ നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അതിന് വേണ്ടുന്ന ചുറ്റുപാടുകൾ ഉണ്ടാക്കി നിലനിർത്തേണ്ട, നമുക്കൊരു അമാനത്തായി വെച്ചതാണ്, അത് നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം. ആ ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം അവനവന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ അവരുടെ വീടിനെക്കുറിച്ചോ അവരുടെ ഭക്ഷണത്തെക്കുറിച്ചോ അവരുടെ വസ്ത്രത്തെക്കുറിച്ചോ ചിന്തിക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകൾ
അവര് വലിയ ആളുകളാണ്, ഓന്റെ പാട് അവനെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് തള്ളേണ്ടവനെല്ലാം അവൻ സമൂഹത്തിൽ ഒരു ഉപകാരമില്ലാത്തവനാണ്. സാമൂഹികമായി ആവശ്യമില്ലെന്ന് മാത്രമല്ല, ദൈവത്തിന് അത്ര ആളുകൾ ആവശ്യമില്ല. ഒരു പ്രവാചക വചനം കാണാം. നാളെ അവന്റെ മുമ്പിൽ നമ്മളൊക്കെ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ എന്താ ചോദിക്കുന്നറിയോ? ഞാൻ പട്ടിണി കിടന്നപ്പോ നീ എന്തേ എന്നെ വന്നു നോക്കാഞ്ഞ്? അപ്പോ ദൈവത്തോട് അടിമ ആ ഉടമയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ പട്ടിണി കിടക്കേ, നീ ഉടമയല്ലേ? പറഞ്ഞു, എന്റെ ഇന്നാലിന്ന ഒരു അടിമ പട്ടിണി കിടക്കും നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? ഞാൻ രോഗിയായപ്പോ എന്തുകൊണ്ട് നീ എന്നെ വന്നു നോക്കിയില്ല? അപ്പോഴ് ഒരു രോഗിയെ നമുക്ക് വിചാരിച്ചിട്ട് നമ്മൾ MI ലൈഫിന്റെ ആളുകൾ മുഴുവൻ രോഗികളെ തെരഞ്ഞു നടക്കുകയല്ല വേണ്ട കേട്ടോ. നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുന്ന വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചുറ്റുപാടിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണ രീതിയും നമ്മുടെ ഇടപെടലുകളും നമ്മളുടെ വെള്ളവും നമ്മളുടെ പിന്നെ വായുവും നമ്മുടെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഭക്ഷണ രീതി അതൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ ആരോഗ്യം നന്നാകാം. നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ മുഴുവനും രോഗികളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നൊരു ധാരണ നമുക്കുണ്ടാകരുത്. നമ്മളുടെ ഇതിൽ ഭക്ഷണം സപ്പോർട്ട് ചെയ്യുന്ന ഔഷധ കൂട്ടുകളാണ്. ഇത് മരുന്നായല്ല നമ്മൾ പരിചയപ്പെടുന്നു. പറച്ചിൽ നമ്മൾ മരുന്നൊക്കെ അതിന്റെ ഫലം ലഭിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോകുമെങ്കിലും നമ്മളുടെ ഒരു ഔഷധ കൂട്ടാണ്. ഇതൊരു മെഡിസിൻ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണമാണ്, ഫുഡാണ് എന്നൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഇത് മരുന്നായി വെക്കാൻ നമ്മൾ ഡോക്ടർമാരല്ല, നമ്മൾ അതിനു വേണ്ടി പഠിച്ചവരല്ല, നമ്മളുടെ ശാരീരിക ശാസ്ത്രം പഠിച്ചിട്ടില്ല, രോഗം വരുന്ന കാരണങ്ങളെക്കുറിച്ച് പഠിച്ചവരല്ല. നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ നമ്മളെ പരിചയപ്പെടുത്തി പ്രൊഡക്റ്റുകൾ ഇതിനൊക്കെയാണ് എന്നത് നമുക്ക് ആ ബോധ്യം ഉണ്ടാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രത്യേകമായി അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ കരളിനെ നന്നായി പ്രവർത്തിക്കാൻ തരത്തിൽ നമുക്ക് തന്നതാണ്. നമ്മുടെ ജീവിതശൈലി കൊണ്ട്, ഭക്ഷണ രീതി കൊണ്ട്, നമ്മളുടെ പല കാരണങ്ങളെ കൊണ്ട് അത് തകരാറായിട്ടുണ്ട്. ആ തകരാറിനെ മാറ്റിയെടുക്കാൻ, വീണ്ടും റീകണ്ടീഷൻ ചെയ്യാൻ ലിവഗൈൻ ഷുഗർ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ, ആ ഷുഗർ ഏറ്റ വ്യത്യാസങ്ങൾ വന്നത് പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിന്റെ നാശം മൂലമാണ്, അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ തകരാറ് മൂലമാണ്. ആ പാൻക്രിയാസിനെ റീകണ്ടീഷൻ ചെയ്യാൻ നമുക്ക് കഷ്ടപ്പെട്ട് 10-18 വർഷം കഷ്ടപ്പെട്ട വെള്ളുള്ളിയുടെ സത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത് ഡബാ ലൈഫ് ഉണ്ട്. നമ്മുടെ കൊഴുപ്പുകളും ഒക്കെ മാറ്റാൻ മൊറോ ലൈഫ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് രോഗികളെ തെരഞ്ഞു പോകണമെന്നല്ല, നമ്മൾ അവരെയൊക്കെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സാമൂഹികമായി ഇടപെടുമ്പോൾ നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പോ അവിടെ ഉടമ ചോദിക്കുന്നുണ്ട് അടിമയോട്, ഞാൻ രോഗിയായി കിടന്നപ്പോ എന്തുകൊണ്ട് നീ എന്നെ വന്നു നോക്കിയില്ല? റബ്ബേ, നീ രോഗിയായി കിടക്കുകയോ? അപ്പോഴ് അവിടുന്ന് പറയുന്നുണ്ട്, നിന്റെ ഇന്നാലിന്ന ആള് അവിടെ പിന്നെ ഈ ഇന്ന മുസ്ലിം അല്ല മുഅ്മിൻ ഒന്നുമില്ല അവിടെ മനുഷ്യനെയാണ്. ആ മനുഷ്യൻ നിന്റെ തൊട്ട് നീ അറിഞ്ഞ ആ മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തുകൊണ്ട് നീ ചെന്നില്ല? ഒരു മരുന്ന് കൊടുത്തില്ല, അല്ലെങ്കിൽ നിർദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ ആശ്വാസ വാക്കുകൾ നൽകിയില്ല? അത് ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കണ്ടെത്താമായിരുന്നു. ദൈവം പറയുന്നൊരു സന്ദർഭമുണ്ട് ഇങ്ങനെ ഓരോരോ മേഖലകളിലും. ഇവിടെയൊക്കെ നമുക്ക് സഹായിക്കാനും ചുറ്റുപാടും ഒക്കെ അതാണ് നമ്മളുടെ കടമയെങ്കിൽ അതിന് പറ്റാവുന്നൊരു നല്ലൊരു അവസരമല്ലേ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. പുതുതായി വന്നവരൊന്നും ഈ സൂമിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ആർക്കെങ്കിലും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ച് ആ സംശയങ്ങൾ തീർക്കാം. ചുരുക്കത്തിൽ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചുരുക്കത്തിൽ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമാകുന്ന എല്ലാം നമ്മളിലുണ്ട്. അതിനാവശ്യമാകുന്ന മാനസികമായി, സാമ്പത്തികമായി, സാമൂഹികമായി എല്ലാ നിലയിലും ആരോഗ്യം നിലനിർത്താൻ ആ നിലനിർത്തേണ്ട വിഭവങ്ങളാണ്. പ്രൊഡക്റ്റിന്റെ ആവശ്യങ്ങൾക്ക് പ്രൊഡക്റ്റുകളുണ്ട്, മറ്റു ബന്ധങ്ങൾ നിലനിർത്താൻ. ഇത്ര മാനസികമായൊരു സന്തോഷം ഉണ്ടാകുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്തുക. കുടുംബ ബന്ധങ്ങൾ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവർ. നമ്മുടെയൊക്കെ ലീഡേഴ്സ് നമ്മളോട് പറയുമല്ലോ, നിങ്ങളെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരം വെക്കുന്നു, ആ സൽക്കാരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ മകന്റെ കല്യാണം വെക്കുന്നു, അതിൽ നിങ്ങൾ ഒരു 10 ആളെ കൂട്ടി, കൊറോണ സമയത്ത് 20-10 ആളൊക്കെ, അന്നേരം നിങ്ങൾ ആരൊക്കെയാ വിളിക്കുക? അത് വളരെ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് എഴുതി ഉണ്ടാക്കൂലേ? അത്തരം ആളുകളോടാണ് ആദ്യം പറയേണ്ടത്. ഇങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന
ഒരു മേഖല വേറെ ഏതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ? വേറെ ഏതാണുള്ളത്? ഇതേപോലെ ഓരോന്നും നമ്മൾ ചെയ്യേണ്ടതൊക്കെ, എന്നിട്ട് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ കൂടെയുള്ളവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ എല്ലാ നിലയിലും നമ്മളെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു അവസരം, അല്ലെങ്കിൽ ഒരു വലിയ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയുന്നത് പോലെ ദൈവത്തിന്റെ കയ്യൊപ്പ്, എല്ലാ നിലയിലും സഹായം കിട്ടിയിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു, ഇടപെടുന്നു എന്നുള്ളത് അനുബന്ധമായി ഓർക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഒന്നും കൂടി മൊത്തത്തിലും തത്വത്തിലും നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. അതിനാവശ്യമാകുന്ന വിഭവങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാക്കണം. ആവശ്യമാകുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, മാനസികാരോഗ്യത്തിന് തരാൻ പറ്റുന്ന ചുറ്റുപാടുകളും സൗകര്യങ്ങളും ഉണ്ട്. സാമൂഹികമായി നമുക്ക് ആരോഗ്യം സമൂഹത്തിന്റെയും നമ്മുടെയൊക്കെയും അഖിലിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അതിനാകുന്ന ഇനി നമുക്കിതില് വ്യായാമം നമ്മൾ മാത്രം ചെയ്യേണ്ടതാണ്. വ്യായാമം, നല്ല ഉറക്കം, അതിന്റെ പുറമെ ആവശ്യമാകുന്ന മറ്റു പ്രവർത്തനങ്ങളൊക്കെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനും കൂടി നമ്മൾ വ്യായാമത്തിലോ യോഗത്തിലോ ധ്യാനത്തിലോ ഒക്കെ ധ്യാനത്തിനൊക്കെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അതും കൂടി നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും അതിനെ മെച്ചപ്പെടുത്താനും പറ്റും. അതിനൊക്കെ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ 7 മണിക്ക് ഇരുന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്, നമ്മുടെ ഈ ടൈം പഞ്ച്വാലിറ്റി, പ്രിയപ്പെട്ട നൗഫൽ സാറ് പറയുന്നത് പോലെ ടൈമിനെ മാനിക്കുക എന്നുള്ളത്, നേരത്തെ വരുന്നതിന് തുടങ്ങുമ്പോൾ 1 മിനിറ്റ് മുമ്പ് നമ്മൾ തുടങ്ങുകയും നിർത്തുമ്പോൾ അതിന്റെ 1 മിനിറ്റ് മുമ്പ് എങ്കിലൊക്കെ നിർത്താൻ പറ്റാവുന്ന തരത്തിൽ ഇത് പരിപാടികൾ മാത്രമല്ല, മൊത്തം നമുക്ക് കഴിയുക. അങ്ങനെ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാകും. അതും കൂടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അവസരവും കൂടിയാണ്, ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന്റെ പിന്നെ കൂടെ നിൽക്കാൻ നമുക്ക് ദൈവം അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി ദൈവത്തിന് അറിയിച്ചുകൊണ്ട്, അൽഹംദുലില്ലാ, ദൈവത്തിന് സർവസ്തുതിയും അർപ്പിച്ചുകൊണ്ട്, എന്നെ കേട്ട എൻ്റെ പ്രിയപ്പെട്ടവർ, സൂമിൽ കയറി വന്നുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ ഉസ്മാൻ ദാരിമി ഉസ്താദ്, എന്താല്ലേ നല്ല മോർണിംഗ് മീറ്റ്, നല്ല ക്ലാസ് നമുക്ക് ഉസ്മാൻ ദാരിമി ഉസ്താദ് അറിവ് പകർന്നു തന്നു. ആത്മീയപരമായിട്ടും അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടും ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉസ്മാൻ ദാരിമി ഉസ്താദിന്റെ വാക്കുകളിൽ കൂടി നമുക്ക് പ്രയോജനം കിട്ടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദ് കൂടിയാണ്. ഈ ടീമിൽ വന്നതിന് ശേഷം ഉസ്മാൻ ദാരിമി ഉസ്താദ് ഇന്നലെയും കൂടി ഞങ്ങൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ 2-3 ഉസ്താദുമാർ, അതിൽ ഒന്ന് ഉസ്മാൻ ദാരിമി ഉസ്താദ്, അതുപോലെ തന്നെ ഉമർ ഉസ്താദ്, അതുപോലെ തന്നെ ദാരാനി ഉസ്താദ്. ഈ ടീമിന് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. ദൈവത്തോട് സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. ഏതായാലും ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിലും ജീവിതത്തിലൊക്കെ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ടൈം അതിക്രമിച്ചിരിക്കുന്നു. ഏതായാലും ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാർ ഏതായാലും വിളിക്കാം. ആദ്യമായി സൈനമ മേഡം, പ്ലീസ് വെൽക്കം സൈനമ മേഡം. പറഞ്ഞ വാക്കുകളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്തൊരിക്കലും സംസാരിക്കേണ്ടതിന് കുറഞ്ഞ വാക്കുകൾ എന്നറിയാമോ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു വയലോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ക്ലാസ്സോ എന്താ കേട്ടത്, നല്ല വിശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകളാന്നുള്ളത്. എന്താ പറയാ, ഒന്ന് കൂടുതലായിട്ട് എനിക്ക് പറയണമെങ്കിൽ എനിക്ക് 1 മണിക്കൂറൊന്നും പോരാ. ഉസ്മാൻ ദാരിമിന്റെ ഇന്നത്തെ സ്പീച്ചിന് മറുപടി പറയുകയാണെങ്കിൽ, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നിലനിർത്തി കൊടുക്കട്ടെ. നമുക്ക് നമ്മളെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ജലീൽ സാർ പറഞ്ഞ പോലെ ദാരാനി ഉസ്താദിന്റെ ക്ലാസ് ആണെന്നെങ്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നു. ഉമർ ഉസ്താദ്, അത് കഴിഞ്ഞ് ഉസ്മാൻ ദാരിമിന്റെ ഏതൊരു റെക്കോർഡ് 2-3 പ്രാവശ്യം കേൾക്കും ഞാൻ. അത്രക്കും കേട്ടാലും ഇന്നത്തേത് എല്ലാത്തിലും വ്യത്യാസമായിട്ടായിരുന്നു വന്നത്. ഒന്ന് പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞ്, നമ്മളെ സഹവാസത്തിന്റെ കാര്യം, മാനസിക ശാരീരിക സാമ്പത്തിക സാമൂഹിക ആരോഗ്യത്തിനെ പറ്റി എടുത്തു പറഞ്ഞ്, ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടണമെന്ന് റിക്വസ്റ്റ് വെക്കുന്നു.
ഉസ്മാൻ മുസ്താനി ഇനിയും നമുക്ക് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇതുപോലെയുള്ള ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരാനുള്ള കഴിവ് സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ സിനിമ മാഡം, വളരെ നല്ല വാക്കുകൾ. അടുത്തതായിട്ട് നമ്മുടെ ഉസ്മാൻ ദാരിമി